മലയാള ടെലിവിഷൻ ചരിത്രത്തിലെ തന്നെ നിർണായകമായ ഒരു മുഹൂർത്തം. മീഡിയ വൺ ടിവിയുടെ അടയാളത്തെ മലയാളിയുടെ കാഴ്ചയുടെ അനേകം ആകാശങ്ങളിലേക്ക് തുറന്നുവിടാൻ പ്രവാസികാര്യമന്ത്രിയും മലയാളികളുടെ പ്രിയ നേതാവുമായ ശ്രീ വയലാർ രവിയെ ക്ഷണിക്കുന്നു. പ്രത്യേകമായി തയ്യാറാക്കിയ റിമോട്ടിൽ വിരലമർത്തുമ്പോൾ കാഴ്ചയുടെ പുതിയ അടയാളം തുറക്കും. അദ്ദേഹത്തിനൊപ്പം മീഡിയ വൺ സിഇഒ ഡോക്ടർ അബ്ദുസലാം അഹമ്മദ്, മാധ്യമം ചെയർമാൻ ടി ആരിഫ് അലി എന്നിവരെയും ക്ഷണിക്കുന്നു. അക്ഷരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്ന്, അല്ലെങ്കിൽ വൺ എന്ന ആദ്യ അക്കം, കേരളത്തിന്റെ ബഹുസ്വരതയുടെ ഏകത്വം സൂചിപ്പിക്കുന്നതാണ് അത്. നാനാത്വത്തിലുള്ള ഏകത്വം. എല്ലാ തരത്തിലും ഒന്നാമത്. മാധ്യമങ്ങളിൽ ഒന്നാമത്, ആശയങ്ങളിലും കർമ്മങ്ങളിലും ഒന്നാമത്. പച്ചപ്പ് നിറഞ്ഞ കേരളത്തിന്റെ നിറത്തിന്റെ പ്രതിഫലനം ആ ചിഹ്നത്തിലുണ്ട്. പ്രകൃതി സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകം കൂടിയാണ് ആ ഹരിതവർണം. എല്ലാ മേഖലകളിലും കേരളത്തിനുള്ള സൗവർണ ശോഭയുടെ പ്രതീകമാണ് ഈ പൊൻതിളക്കം. കായലുകളും പുഴകളും നിറഞ്ഞ, കടൽ അതിരിടുന്ന കേരളത്തിന്റെ നിതാന്തമായ അലയൊഴുക്കുകളെ സൂചിപ്പിക്കുന്നതാണ് ആ ലോഗോയിലെ ജലരാശി. കേരളമെന്ന ചെറിയ ദേശത്തെ ജനതയുടെ പ്രവാസ നിവാസങ്ങളുടെ സൂചന കൂടിയാണ് അത്. ലോഗോ പ്രകാശനം നിർവഹിച്ച പ്രവാസികാര്യമന്ത്രി ശ്രീ വയലാർ രവി അടക്കം അതിഥികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യം പ്രവാസികാര്യമന്ത്രി ശ്രീ വയലാർ രവി, മുഖ്യാതിഥി ഡോക്ടർ ഗൾഫാർ മുഹമ്മദ് അലി, മന്ത്രി കെ ബാബു, മാധ്യമം ചെയർമാൻ ടി ആരിഫ് അലി, മുൻ ധനമന്ത്രി കൂടിയായ ഡോക്ടർ തോമസ് ഐസക് MLA, MI ഷാനവാസ് MP, ഹൈബി ഈഡൻ MLA, CA അഹമ്മദ് കബീർ MLA, ഡോക്ടർ സെയ്ദ് ഫരീദ്, സാഹിത്യകാരൻ C രാധാകൃഷ്ണൻ, സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പെരുമ്പടവം ശ്രീധരൻ, കഥാകൃത്ത് KR മീര, കേരള പ്രസ് അക്കാദമിയുടെ ചെയർമാൻ MP രാജേന്ദ്രൻ, വ്യവസായ പ്രമുഖരായ TK അഹമ്മദ് സാഹിബ്, പട്ടാഭിരാമൻ, MP അഹമ്മദ്, ശ്രീ ബൈജു, മാധ്യമം എഡിറ്റർ O അബ്ദുറഹ്മാൻ. അർത്ഥസമ്പുഷ്ടമായ ഈ ചിഹ്നത്തെ മലയാളിയുടെ ബോധവിഹായസിലേക്ക് എത്തിച്ച ശ്രീ വയലാർ രവിയെ സദസ്സിനെ അഭിസംബോധന ചെയ്യാൻ സാദരം ക്ഷണിക്കുന്നു. അധ്യക്ഷൻ ശ്രീ ആരിഫ് അലി, ഈ വേദിയിലുള്ള ഡോക്ടർ C മുഹമ്മദ് അലി, ശ്രീ O അബ്ദുറഹ്മാൻ, എൻ്റെ സുഹൃത്ത് ശ്രീ MI ഷാനവാസ് MP, ശ്രീ തോമസ് ഐസക്, IB ഈഡൻ, ഷാമദ് കബീർ,
C. Radhakrishnan, C. Perumal Sridharan, Madam Meera, N.V. Rajendran, Sheikh Farid, P.K. Ahmad, M.B. Ahmad, Pattabhiraman, Jose Alukas, ഈ സദസ്സിലുള്ള ബഹുമാന്യരായ വ്യക്തികളെ, സുഹൃത്തുക്കളെ, ഏറ്റവും സന്തോഷകരവും അതിനേക്കാൾ ഉപരി അഭിമാനകരവുമായ, മലയാളികൾക്ക് അഭിമാനമായ ഒരു തുടക്കത്തിൻ്റെ, ഒരു മീഡിയ വൺ എന്ന ഒരു വലിയ സ്ഥാപനത്തിൻ്റെ തുടക്കത്തിന് കൈപ്പത്തി അമർത്തി അതിൻ്റെ ആരംഭം കുറിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഞാൻ അഭിമാനിക്കുന്നു. മാധ്യമം കാൽ നൂറ്റാണ്ടിന് മുമ്പ് മലയാള മണ്ണിൽ പിറന്നു വീണ മാധ്യമം ഒരു പുതിയ മേഖലയിലേക്ക് ചുവടുവെച്ച് മാറുമ്പോൾ സ്വാഭാവികമായും മലയാളികളായി നമ്മൾക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. വ്യക്തിപരമായി എനിക്ക് മാധ്യമ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത്. ശ്രീ ആരിഫ് അലി പറഞ്ഞത് ശരിയാണ്. ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ ഏറ്റവും ദീർഘമായ ഒരു ഇന്റർവ്യൂ 3 ലക്കങ്ങളിലായിട്ടാണെന്ന് തോന്നുന്നു മാധ്യമമാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തർക്കത്തിനും പിന്നീട് ഇടയാക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനം അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ നരസിംഹറാവുവിന് ഞാൻ അയച്ച സുദീർഘമായ ഒരു കത്തായിരുന്നു. അത് ബാബറി മസ്ജിദിന്റെ തകർത്തതിന് ശേഷമുള്ള എന്റെ അമർഷം പ്രകടിപ്പിക്കലായിരുന്നു. എപ്പോഴും ഏതൊരവസരങ്ങളിലും മാധ്യമത്തിന്റെ നയിക്കുന്നവർ എന്നെ ബന്ധപ്പെടാറുണ്ട്, ഞാൻ അവരെയും ബന്ധപ്പെടാറുണ്ട്. ശ്രീ ആരിഫ് അലി പറഞ്ഞത് ശരിയാണ്. മാധ്യമത്തിന്റെ ഒരു കാഴ്ചപ്പാട് അഥവാ അതിന്റെ പ്രവർത്തനത്തിൽ ഒരു വ്യത്യസ്തത കാണാൻ കഴിയും. മറ്റു പത്രങ്ങളെ പോലെ തന്നെ എല്ലാ വാർത്തകളും ഉണ്ടാകും. പക്ഷെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ എഡിറ്റോറിയൽ പേജ് പറഞ്ഞിരിക്കും. ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷെ ആ പറയുന്ന കാര്യങ്ങൾക്ക് കഴമ്പുണ്ടോ, അർത്ഥമുണ്ടോ, എന്താണ് എന്ന് ചിന്തിക്കുന്നവരാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകർ. കാരണം അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം, അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക, അതിൻ്റെതായിട്ടുള്ള സംഭവം, ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷ്യങ്ങൾ, അതായത് അത് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ, രാഷ്ട്രീയ നേതൃത്വത്തിന്റെ, ഭരണ നേതൃത്വത്തിന്റെ ശ്രദ്ധ പതിയേണ്ട കാര്യങ്ങൾ നിർബന്ധപൂർവം ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നായി അതിനെ എപ്പോഴും കാണാറുണ്ട്. ഞാൻ നിത്യമായി മാധ്യമം കാണുകയും വായിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവരുടെ ഡൽഹിയിലെ പുറത്തുകാരുമായും കേരളത്തിലുള്ളവരുമായി ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെടാറുണ്ട്, വാർത്തകൾ ചർച്ച ചെയ്യാറൊക്കെ ഉണ്ട്. നമുക്കറിയാം, ഇന്ന് ഞാൻ അധികം പ്രസംഗിക്കുന്നില്ല, മാധ്യമങ്ങളുടെ സ്വാധീനം ഒരു ജനാധിപത്യത്തിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് മാധ്യമങ്ങളുടെ സ്വാധീനമാണ്. മാധ്യമങ്ങൾക്ക് ചർച്ച ഉന്നയിക്കാൻ കഴിയും, ചർച്ചയെ നയിക്കാൻ കഴിയും, അതിന് രാഷ്ട്രീയ കോളിളക്കൽ ഉണ്ടാക്കാനും കഴിയും. അതൊരുപക്ഷെ എനിക്കിഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷെ എന്റെ ഇഷ്ടമല്ല മാധ്യമങ്ങൾക്ക് പറയാനുള്ളത്. ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് അവർക്ക് പറയാനുള്ളത്. എന്റെ എന്ന് ഞാൻ പറഞ്ഞത് ഞങ്ങൾ, അഥവാ ഞാൻ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ സമൂഹം എന്നാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് അവരുടേതായിട്ടുള്ള സാമൂഹ്യ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ശ്രീ ആരിഫ് അലി പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം മാധ്യമം മീഡിയ വൺ എന്തായിരിക്കും എന്നതിന്റെ ഒരു രൂപരേഖയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നിശ്ചയമായും നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ചാനലുകളിൽ അമേരിക്ക ഒരിക്കൽ ഞാൻ ചെന്നപ്പോൾ പലപ്പോഴും